ടോക്ക് ഓഫ് ഡീക്കേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2015 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിലൂടെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സബ്സ്ക്രൈബറായ ജോണിൻ്റെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. തൃശ്ശൂരാണ് IT എഞ്ചിനീയർ ആയ ജോണിൻ്റെ വീട്. ബാംഗ്ലൂർ ഉള്ള ഒരു പ്രമുഖ IT കമ്പനിയിൽ ജോലി ലഭിച്ചതുകൊണ്ട് ജോൺ ബാംഗ്ലൂരിലേക്ക് യാത്രയാകുന്നു. മലയാളവും ഇംഗ്ലീഷും അല്ലാതെ മറ്റൊരു ഭാഷയും ജോണിന് വശമില്ല. കമ്പനിയിൽ ജോയിൻ ചെയ്ത് 2 ദിവസമായെങ്കിലും വാടകയ്ക്കൊരു വീട് ലഭിക്കാത്തതുകൊണ്ട് ഹോട്ടൽ മുറിയിൽ താമസിച്ചു വരികയാണ്. ബാംഗ്ലൂർ പോലത്തെ നഗരത്തിൽ ചിലപ്പോൾ ഫ്ലാറ്റോ വീടോ ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കമ്പനിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ അകലെ ഒരു വീട് ഒഴിവുള്ളതായി കമ്പനിയിലെ ഒരു ഫ്രണ്ട് മുഖേന അറിഞ്ഞു. അവിടെ പോയി ഹൗസ് ഓണറുടെ നമ്പർ സംഘടിപ്പിച്ച് ഹൗസ് ഓണറുമായി ബന്ധപ്പെട്ട് അഡ്വാൻസിൻ്റെയും വാടകയുടെയും ഡീൽ എല്ലാം ഉറപ്പിച്ച് താമസം ആരംഭിച്ചു. ആ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 നില കെട്ടിടം. താഴെ നിലയിൽ ഹൗസ് ഓണർ അവരുടെ വസ്തുക്കളൊക്കെ വെച്ച് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മുകളിലത്തെ നിലയിൽ, അതായത് ഫസ്റ്റ് ഫ്ലോർ, വാടക കൊടുക്കാൻ വേണ്ടി 2 വീടുകളായി തിരിച്ചിരുന്നു. അതിലെ ഒരു വീടാണ് കാലിയുള്ളത്. മറ്റേ വീട്ടിൽ കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന രഘു എന്നയാളും അയാളുടെ ഭാര്യയുമാണ് താമസിക്കുന്നത്. കുറച്ചു കാലമായി ഈ വീട് ഒഴിഞ്ഞാണ് കിടക്കുന്നത്. ആരും താമസത്തിന് വന്നിട്ടില്ല. വാടക അല്പം കുറവായതുകൊണ്ടും ഫുൾ ഫർണിഷ്ഡ് ആയതുകൊണ്ടും ജോൺ ഇത് തന്നെ സെലക്ട് ചെയ്യുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഈ വീടിന്. ഒരു കിച്ചൺ, 2 ബെഡ്റൂം, ഒരു ബാത്റൂം, ബാൽക്കണി തുടങ്ങിയവ ആ വീടിന് ഉണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ജോൺ അവിടെ താമസം ആരംഭിച്ചു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജോൺ തൻ്റെ ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടന്നു. പക്ഷേ എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. പുതിയ വീടായതുകൊണ്ടാവാം തനിക്ക് ഉറക്കം വരാത്തത് എന്ന് മനസ്സിലാക്കി ജോൺ എഴുന്നേറ്റ് ഒരു സിഗരറ്റിന് തീ കൊളുത്തുന്നു. ബാൽക്കണിയിൽ വന്ന് താഴേക്ക് നോക്കിയപ്പോൾ കുറച്ച് അകലെയായി ഒരു ബേക്കറി കാണപ്പെടുന്നു. എന്നാൽ അവിടെ പോയി ഒരു ചായ കുടിച്ചു വരാം എന്ന് തീരുമാനിക്കുന്നു. ചായ കുടിച്ചു വന്ന് വീണ്ടും കിടന്നു. അറിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നതായി ജോണിന് അനുഭവപ്പെടുന്നു. പൂട്ടിക്കിടന്ന വീടായതുകൊണ്ട് പൊടിയും മറ്റും വൃത്തിയാക്കിയത് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം ശ്വാസം കിട്ടാത്തത് എന്ന് വിചാരിച്ച് നേരം വെളുക്കുന്നതുവരെ അങ്ങനെ കിടന്നു. നേരം വെളുക്കാറായപ്പോൾ അല്പം വൈകി. മൊബൈലിൽ അലാറം അടിച്ചപ്പോൾ ആണ് ഉണർന്നത്. പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി ഓഫീസിൽ പോയി. ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. തലേ ദിവസം ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. നിദ്രയിൽ ആഴ്ന്നുപോയ ജോൺ ഒരു സ്വപ്നം കാണുന്നു. ഒരു 65 വയസ്സ് തോന്നിക്കുന്ന കിഴവൻ മഴ തോളിൽ വെച്ച് നടന്നുകൊണ്ട് ഗേറ്റ് കടന്ന് സ്റ്റെയർ കേസ് കയറി തൻ്റെ വീടിൻ്റെ മുൻവാതിൽ മഴ കൊണ്ട് വെട്ടിത്തകർത്ത് തൻ്റെ അടുത്ത് വന്ന് തന്നെ വെട്ടാൻ ഒരുങ്ങുന്നു. ആ നിമിഷത്തിൽ തന്നെ താൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് ജോണിന് മനസ്സിലായത്. ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു. ആ സമയത്ത് ബാൽക്കണിയിൽ നിന്ന് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നു. ഉടൻ തന്നെ എഴുന്നേറ്റ് അത് ആരാണെന്നറിയാൻ ബാൽക്കണിയിലേക്കുള്ള ജനൽവാതിൽ തുറന്നു നോക്കുന്നു. അത് അയാളായിരുന്നു, താൻ കുറച്ചു മുമ്പ് സ്വപ്നത്തിൽ കണ്ട ആ കിഴവൻ. ആരായിരിക്കും ഈ നേരത്ത് ബാൽക്കണിയിൽ നടക്കുന്നത്? ഒരുപക്ഷെ അടുത്ത വീട്ടിലെ താമസക്കാർ ആരെങ്കിലും ആയിരിക്കും. ഈ വീട്ടിൽ താമസം തുടങ്ങി 2-3 ദിവസമായി എങ്കിലും അയൽവാസികളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഹൗസ് ഓണർ പറഞ്ഞിരുന്നത് ഒരു കാർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അയാളുടെ ഭാര്യയുമാണ് എന്നാണ്. എന്നാൽ ഇങ്ങനെ ഒരു കിഴവനെപ്പറ്റി ആരും പറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ അയാളുടെ അച്ഛനോ മറ്റോ ആരെങ്കിലും ആയിരിക്കും. നാളെ വ്യക്തമായി അവരെയെല്ലാം പരിചയപ്പെടാം എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ജനൽവാതിൽ അടച്ച് ജോൺ വീണ്ടും ബെഡിൽ വന്ന് കിടന്നു. പക്ഷേ ഉറക്കം വരുന്നില്ല. കിഴവനായ ആ മനുഷ്യൻ നടക്കുന്ന അയാളുടെ ഷൂവിൽ നിന്ന് വരുന്ന ആ ശബ്ദം തൻ്റെ കാതിൽ തുളച്ചു കയറുന്നു.
തനിക്ക് അത് വളരെ അസഹ്യമായി അനുഭവപ്പെട്ടു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല. പുലർച്ചെ 4 മണിയോട് അടുക്കാറായപ്പോൾ ആ ശബ്ദം നിലച്ചു. എന്നിട്ടാണ് ഒന്ന് മയങ്ങിയത്. പിറ്റേ ദിവസം അയൽവാസികളെ കണ്ട് ജോൺ ആ വൃദ്ധനെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു വൃദ്ധനെക്കുറിച്ച് അവരാരും കണ്ടിട്ടുമില്ല, കേട്ടതുപോലുമില്ല. എന്നാൽ അത് തൻ്റെ തോന്നലായിരിക്കുമോ? തോന്നലൊന്നുമല്ല, താൻ ശരിക്കും കണ്ടതാണ്. ഇത് വലിയ ഷോക്കായിരുന്നു ജോണിന്. 1000 ചോദ്യം അവൻ അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു. ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തകളായിരുന്നു. വീട്ടിൽ വന്ന് ഡസ്റ്റെല്ലാം ക്ലീൻ ചെയ്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. ഈ വീട്ടിൽ അബ്നോർമലായി എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. ആരോ അദൃശ്യമായി തനിക്കൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ. എത്രയും പെട്ടെന്ന് വേറൊരു വീട് സംഘടിപ്പിച്ച് അങ്ങോട്ട് മാറണം. എന്നാൽ ബാംഗ്ലൂർ പോലത്തെ ഒരു നഗരത്തിൽ വേറൊരു വീട് സംഘടിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല 3 മാസം കഴിയാതെ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടുകയുമില്ല. 2 മാസത്തെ വാടകയും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. തൻ്റെ അയൽവാസിയായ കപ്പിൾസിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് രാത്രിയിൽ ഇതുപോലത്തെ അബ്നോർമൽ ശബ്ദങ്ങൾ ഒന്നും കേൾക്കുന്നില്ല. ജോണിന് മാത്രമാണ് ഇതുപോലത്തെ അനുഭവങ്ങൾ ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് ബാൽക്കണിയിൽ ഉള്ള ജനലിൽ ആരോ മുട്ടുന്നു. ജനൽ തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. എന്നാൽ ജനലിൻ്റെ അടുത്തുനിന്ന് ഒരു കാൽപെരുമാറ്റ ശബ്ദം അകന്നു പോകുന്നത് കേൾക്കാനിടയായി. ഉടൻ തന്നെ വലിയൊരു ശബ്ദം താഴെ നിന്ന് കേൾക്കുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതേ ശബ്ദം അയൽവാസിയായ രഘുവിൻ്റെ ഭാര്യയും കേട്ടിരുന്നു. ഞങ്ങൾ ഇരുവരും താഴെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ അവിടെ തൻ്റെ ബൈക്ക് ആരോ എടുത്ത് എറിഞ്ഞതായി കാണപ്പെടുന്നു. ഗേറ്റ് ലോക്ക് ചെയ്താണ് കിടക്കുന്നത്. ആരും തന്നെ ഇങ്ങോട്ട് വന്ന ലക്ഷണമില്ല. ഞാനും രഘുവിൻ്റെ ഭാര്യയും അന്തം വിട്ട് മുഖത്തോട് മുഖം നോക്കി നിന്നു. ഭാര്യയുടെ മുഖത്ത് ആശ്ചര്യവും അത്ഭുതവും ഒപ്പം തന്നെ ഭയവും കാണപ്പെടുന്നു. ഇത് ആരാ ചെയ്തത് എന്ന് ചോദിക്കുന്നു അവർ. ജോണിൻ്റെ ഉള്ളിൽ ഭയം മുട്ടിട്ട് തുടങ്ങി. ഭയം മുഖത്ത് കാണിക്കാതെ ജോൺ രഘുവിൻ്റെ ഭാര്യയോടായി പറഞ്ഞു, ബൈക്കിൻ്റെ സ്റ്റാൻഡ് ശരിക്കിടാത്തതുകൊണ്ട് മറിഞ്ഞതായിരിക്കും. രഘു ആ സമയം ജോലി കഴിഞ്ഞ് വന്നിരുന്നില്ല. നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജോൺ റൂമിൽ തിരികെ വന്ന് കതകടച്ചു ബെഡിൽ വന്നിരുന്നു. രഘുവിൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്കും പോയി.